പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കൊന്ന് കൊച്ചിയിലോട്ട് പോകാം. അവിടെ ഒരാൾ ഇഡ്ഡലി കഴിക്കുന്നുണ്ട് കേട്ടാ. ആരാണെന്നല്ലേ? നമ്മുടെ സ്വന്തം രമേശ് ചെന്നിത്തല. അല്ലാണ്ട് വേറെ ആര്? എവിടെയാണെന്നല്ലേ? നമ്മുടെ ഇന്ദിരാ ക്യാൻറ്റീനിലൊക്കെ വിഭവങ്ങൾക്ക് വലിയ വിലക്കുറവാണ്. രാവിലെ തന്നെ രമേശ് ചെന്നിത്തല ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. 50 രൂപയ്ക്കാണ് ഒരു ദിവസത്തെ ഭക്ഷണം ഇവിടെ ലഭിക്കുന്നത്. ശരണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, ആസ്വദിച്ച് കഴിക്കുകയാണ് നമ്മുടെ രമേശ് ചെന്നിത്തല അല്ലേ? വിലയ്ക്ക് കുറവുണ്ടെങ്കിലും രുചിക്ക് കുറവൊന്നും ഇല്ലെന്ന് തോന്നുന്നു പാചകവാതക ക്ഷാമത്തിനിടയിലും. ശരൺ, മേയറുണ്ട്. അരുൺകുമാർ, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ. എന്തായാലും ഏറ്റവും വിലക്കുറവിൽ ഭക്ഷണം ലഭിക്കുന്ന ഇന്ദിരാ ക്യാൻറ്റീനിൽ അവിടേക്കാണ് രമേശ് ചെന്നിത്തല എത്തിയിരിക്കുന്നത്. അദ്ദേഹം ഇത് വളരെ സ്വാദോടു കൂടി തന്നെ ആസ്വദിച്ച് കഴിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നല്ല സ്വാദുണ്ടോ ഭക്ഷണം? നല്ല സ്വാദ്. 10 രൂപയ്ക്ക് 3 ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ. ഇന്ദിരാ ക്യാൻറ്റീൻ ഒരു വൻ വിജയമാണ്. ഇവിടെ ഞാൻ ഇത് സച്ചിനാണ്, അദ്ദേഹത്തോട് ചോദിക്കുക, ഇവിടെ ജോലി ചെയ്യുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞു നല്ല സ്വാദ്. അപ്പം ഞാനെടുത്തു സാമ്പാറൊക്കെ കൂട്ടിയപ്പോൾ ഭയങ്കര സ്വാദാണ്. നല്ല മന്തി എല്ലാം അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചമ്മന്തി സാമ്പാർ. UDF അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പദ്ധതി നമ്മൾ ഒരു ആശയമാണ്. നമ്മളത് ആലോചിക്കും. എല്ലായിടവും പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും ജോലിക്ക് പോകുന്നവർക്കും ഒക്കെ, പ്രത്യേകിച്ച് സിറ്റികളിലാണ് ആവശ്യം. വേണമെങ്കിൽ ഇത് ആരംഭിക്കാവുന്നതാണ്. അതിനെപ്പറ്റി ഞങ്ങൾ ചർച്ച ചെയ്യും. ഇതുപോലെ തന്നെ സമാനമായ ഒരു പദ്ധതി ഉണ്ടോ? അതെ, അത് പഠിക്കണം. അത് പഠിച്ചിട്ട് ഇവരെങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കിയിട്ട് നമുക്കും കേരളത്തിലെ സിറ്റികളിൽ അറ്റ്ലീസ്റ്റ് ഇത്തരം ഭക്ഷണം കൊടുക്കാനുള്ള നടപടികൾ. മറ്റൊരു ഗ്യാരണ്ടിയായി തന്നെ പറയാം. ഗ്യാരണ്ടി 5 ഉള്ളൂ. അതാണ് അരുൺകുമാർ. എന്തായാലും അദ്ദേഹം വളരെ ആസ്വദിച്ച് തന്നെ കഴിക്കുകയാണ്. നമുക്ക് ഒരു വശത്ത് കാണാൻ കഴിയും മേയർ VK മിനിമോൾ, ഒപ്പം ഡെപ്യൂട്ടി മേയർ ദീപക് ജോയ് അടക്കമുള്ളവരും ഉണ്ട്. അവരുടെ സാന്നിധ്യത്തിൽ കൂടിയാണ് അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത്. അല്പസമയം മുമ്പാണ് ഇന്ദിരാ ക്യാൻറ്റീനിലേക്ക് എത്തിയത്. 10 രൂപയ്ക്ക് 3 ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും നേരത്തെ വലിയ രീതിയിലുള്ള വിവാദം കൂടി ഉണ്ടായ ഒരു സ്ഥലം കൂടിയാണ് ഇന്ദിരാ ക്യാൻറ്റീൻ. ഇന്ദിരാ ക്യാൻറ്റീൻ ഇത്തരത്തിൽ തുടങ്ങാൻ UDF ഭരണസമിതി, അതായത് UDF അധികാരത്തിൽ വരുന്നു, കൊച്ചി കോർപ്പറേഷനിൽ അധികാരത്തിൽ വരുന്നു. അതിനുശേഷം ഇത്തരത്തിലൊരു പദ്ധതി മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് സമൃദ്ധിയെ തകർക്കാൻ വേണ്ടി എന്നുള്ള വിമർശനം കൂടി LDF ഉന്നയിക്കുകയും ചെയ്തിരുന്നതാണ്. അതിനിടയിൽ തന്നെ വളരെ വിജയകരമായി മാറുകയായിരുന്നു ഇന്ദിരാ ക്യാൻറ്റീൻ. എന്തായാലും അങ്ങനെ ഇന്ദിരാ ക്യാൻറ്റീൻ വളരെ വിജയകരമാവുകയും രാവിലെ നമ്മൾ ഇവിടേക്ക് എത്തിയ സമയത്ത് ഒരുപാട് ആളുകൾ ക്യൂ നിൽക്കുന്നത് കണ്ടിരുന്നതാണ്. രാവിലെ മുതൽ തന്നെ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കും. രാത്രി വരെ നീണ്ടു നിൽക്കുന്ന പ്രവർത്തനമാണ്. ഇപ്പോൾ 9 മണി വരെയാണ്. പക്ഷെ അത് 10 മണിയിലേക്ക് ദീർഘിപ്പിക്കുന്നതും ഇപ്പോൾ കൊച്ചി കോർപ്പറേഷന്റെ പരിഗണനയിലുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ആസ്വദിച്ച് തന്നെ അദ്ദേഹം ഭക്ഷണം കഴിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം കൂടുതൽ പ്രതികരിക്കും. രമേശ് ചെന്നിത്തല ഭക്ഷണം കഴിക്കുന്ന കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് തന്നെ കൊതിയായി അല്ലേ? അവിടെ പോയിട്ട് ഇഡ്ഡലിയും ആ സാമ്പാറും ഒക്കെ കൂടി ചേർത്തൊരു പിടിപിടിക്കാൻ. കുറച്ച് ദിവസം ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ട് ഇഷ്ടമാണ്. ഇവിടെ പാചകവാതക ക്ഷാമം രൂക്ഷമാണ്.